Okay, am I audible? Okay, Anigrah, what we are learning yesterday? Resistors. ആ ഒരു ഓർഡറിൽ പറ, എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് റെസിസ്റ്ററിലേക്ക് എത്തിയത്. Evolution of electronics. The first topic was evolution of electronics. Okay, then impact of electronics in modern world. Impact of electronics in the modern world. Then electronics component. Electronics component. Passive component, പിന്നെ active. Passive component and active component. Then resistor. അല്ലേ? Okay. Anas. എന്താണ് ഇവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സിനെ പറ്റി അനസിന് പറയാനുള്ളത്? അല്ല 1883 തോമസ് ആൽവ എഡിസൺ ഡിസ്കവേർഡ് electrons through vacuum. Electrons can flow through vacuum from one conductor to another conductor. That is known as Edison effect. Okay, so based on this Edison effect, another scientist, John Fleming, എന്താ ചെയ്തത്? ജോൺ ഫ്ലെമിംഗ് എന്താ ചെയ്തത്? വാക്യൂം ഡയോഡ്. വാക്യൂം ഡയോഡ്. പിന്നെ അടുത്തത് തൊട്ടടുത്ത് 2 വർഷത്തിന് ശേഷം ലീഡി ഫോറസ്റ്റ്. ട്രയോഡ് കണ്ടുപിടിച്ചു അല്ലേ? Using this vacuum triode, they have made radio, telegraphy, then telephone, etc. പിന്നെ 1927 എന്താ സംഭവിച്ചത്? ഫസ്റ്റ് ടെലിവിഷൻ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ടെലിവിഷൻ കണ്ടുപിടിച്ചു. പിന്നെ 1947 ഇൻഡിപെൻഡൻസ് കിട്ടിയ വർഷം എന്താ സംഭവിച്ചത്? ട്രാൻസിസ്റ്റർ എന്നൊക്കെ പറയുന്നത് ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് thyristor and SCR invented. Okay, thyristor and SCR invented. Then later 1958 Jack Kilby of Texas Instrument invented the idea of IC അല്ലേ? Integrated chip. Okay, then after that 1971 what happened? That is 4-bit microcontroller was introduced. Then in the very next year they have introduced 8-bit microprocessor. Then gigabit memory, 1995 gigabit memory introduced. Then in 2000 nanotechnology was introduced. Okay, അടുത്ത ഫാത്തിമ നദ. എന്താണ് ഇമ്പാക്റ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ഇൻ ദ മോഡേൺ വേൾഡ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോണിക്സ്? എവിടെയൊക്കെയാണ് ഇലക്ട്രോണിക്സിന് ആപ്ലിക്കേഷൻ ഉള്ളത്? ഇൻഡസ്ട്രി, മെഡിക്കൽ ഫീൽഡ്. ഓക്കെ, ഇൻഡസ്ട്രിയിൽ എവിടെയൊക്കെയാണ്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, റബ്ബർ ഇൻഡസ്ട്രി,
then chemical industry, measurement, then robotics, then computer, etc. Okay, medical എവിടെയൊക്കെയാ? മെഡിക്കലില് അതിന് വേണ്ട മെഷീൻസിലൊക്കെ. ഏതൊക്കെ മെഡിക്കലിൽ വേണ്ട മെഷീൻസ് ഏതൊക്കെയാ? സ്കാനിങ്, സ്കാനിങ് മെഷീൻ, ദെൻ ECG, EEG, എക്സ്റേ അല്ലേ? ഓക്കെ. വേറെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ്? ഡിഫൻസിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസാണ് ഉള്ള ഇലക്ട്രോണിക്സിന്? കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വേഗം പറ, നമുക്ക് സമയമില്ല. ഡിഫൻസിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ്? സെക്യൂരിറ്റി, റോക്കറ്റ് ലോഞ്ചിങ്. സെക്യൂരിറ്റി, റോക്കറ്റ് ലോഞ്ചിങ്, റഡാർ, സോണാർ അല്ലേ? ഓക്കെ. പിന്നെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഇലക്ട്രോണിക്സിനുള്ളത്? അനശ്വർ പറ. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി, എന്റർടൈൻമെന്റ് സെക്ഷനിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഇലക്ട്രോണിക്സിനുള്ളത്? അനശ്വർ. സാർ പറ, എന്തൊക്കെയാ? സാർ ഇത് ഇൻഡസ്ട്രീൻ്റെ ആണോ പറയേണ്ടത്? അല്ല, എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന സെഷനിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഇലക്ട്രോണിക്സിലുള്ളത്? നമ്മൾ ഇന്നലെ പഠിച്ചു കമ്മ്യൂണിക്കേഷൻ ആൻഡ് എന്റർടൈൻമെന്റ്. ഇതിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്? CD പ്ലെയർ, TV, ഓക്കെ, ബ്ലൂടൂത്ത്, വൈഫൈ. ഇതൊക്കെ ഇത്ര ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലേ? പെട്ടെന്ന് പറഞ്ഞൂടെ? അല്ല, ഞാൻ അത് എഴുതിയിട്ടില്ല. ഓക്കെ. പിന്നെ ദെൻ ഇലക്ട്രോണിക്സ് കോമ്പോണൻറ്റ്. ഫാത്തിമ സഫ, എങ്ങനെയാണ് ഇലക്ട്രോണിക് കോമ്പോണൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഫോർ ഇലക്ട്രോണിക്സ് കോമ്പോണൻറ്റ്? ആക്റ്റീവും പാസീവും. What is the difference between active and passive component? Passive receives energy. Receives or dissipate energy. Okay. Active supply energy to the circuit. Supply energy to the circuit. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡെഫിനേഷൻ വേറെ ഉണ്ടായിരുന്നു. യു ഹാവ് അനദർ ഡെഫിനേഷൻ. പവർ പ്രൊവൈഡ് ചെയ്യുന്ന. പവർ പ്രൊവൈഡ് ചെയ്യുന്നല്ല. കോമ്പണന്റ് വിച്ച് ഡസ് നോട്ട് ആംപ്ലിഫൈ ഓർ പ്രോസസ് ഇലക്ട്രിക് സിഗ്നൽ ആർ നോൺ ആസ് ഏതാ? ഡസ് നോട്ട് പ്രോസസ് ഓർ ആംപ്ലിഫൈ ഇലക്ട്രിക് സിഗ്നൽ. ഏത് കോമ്പണന്റാ? പാസീവ് കോമ്പണന്റ്. കോമ്പണന്റ് വിച്ച് വിൽ or which is able to process or amplify electric signal is known as active component. അല്ലേ ജ്യോതിഷ്? ഏതൊക്കെയാണ് പാസീവ് കോമ്പണന്റും ആക്റ്റീവ് കോമ്പണന്റും എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്? Passive resistor, capacitor. Active diode, transistor. ഓക്കെ.
ഓക്കെ, ലെറ്റ് us കണ്ടിന്യൂ ദ ക്ലാസ്. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾ നമുക്ക് 10 മിനിറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പോയി. കാരണം നിങ്ങൾ പെട്ടെന്ന് ആൻസർ പറയുകയാണെങ്കിൽ നമുക്കിത് ടൈം സേവ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഞാൻ ക്വസ്റ്റ്യൻ എല്ലാ ക്ലാസ്സിൽ എന്തായാലും ചോദിക്കും. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ഓൾസോ ഡിസ്കസ്ഡ് എ റെസിസ്റ്റർ ഹാസ് 4 important part. One is base, second is resistive material, leads, and then protective cover. Okay, so we will start from here today. Classification of resistance. ഓക്കെ, എല്ലാവർക്കും സ്ലൈഡ് കാണുന്നുണ്ടോ? വോയിസ് ആയിട്ട് തന്നെ പറയണം, മെസ്സേജ് ഇടാൻ പാടില്ല. എല്ലാവർക്കും സ്ലൈഡ് കാണുന്നുണ്ടോ? Okay, so the resistor is classified into two first. Okay, at first the resistor is classified into two: linear resistor and non-linear resistance. Oh, so how a resistor is classified into linear resistance and non-linear resistor means it is based on Ohm's law. We know that yesterday I said Ohm's law means at constant temperature. So when temperature is constant, okay, at constant temperature, the current flowing through a conductor, so that is I. Okay, the current flowing through a conductor is I. It is proportional to voltage across its end. So I proportional to V or V proportional to I is nothing but Ohm's law. So based on this, we have an equation: voltage is equal to I into R. Okay, so V is equal to I into R is the relation. So the resistor which following this relation or which shows characteristics in such that voltage is proportional to current. As we increase the voltage, the current also increases linearly. Okay, so that resistors are known as linear resistance. Or I can say, if you plot voltage and current through a resistor, so I'm marking voltage in the x-axis and current in the y-axis, you will get a linear relation. So this relation is linear. അല്ലേ? ഇങ്ങനെയല്ലേ linear relation ഉണ്ടാവുക? അല്ലേ? നിങ്ങൾ മൈക്ക് തുറന്നു തന്നെ പറയണം, ഞാൻ ആ മെസ്സേജിന്റെ സ്ക്രീനിൽ ഞാൻ കാണില്ല. അല്ലേ? ഒരു ലീനിയർ റിലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ ഉണ്ടാവുക? അറിയില്ല. ഓക്കെ, വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്ന് പറയുന്നത്. സോ ഇഫ് യു, ഇത് മനസ്സിലായോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്. അത് ഓംസ് ലോ ആണ് അല്ലേ? വി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. അതിൻ്റെ അകത്ത് മീൻ ചെയ്യുന്നത് എന്താണ്? ആസ് വോൾട്ടേജ് ഇൻക്രീസസ് കറണ്ട് ഓൾസോ ഇൻക്രീസസ്. അത് മനസ്സിലായില്ലേ? ആസ് വോൾട്ടേജ് ഡിക്രീസസ് കറണ്ട് ഓൾസോ ഡിക്രീസസ്. അത് ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഈ ഒരു ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് voltage increases in this direction, current increases in this direction. So if you keep on increasing the voltage, you can see that the current also increases. So if you take a point over here, say voltage is around 2 and current is 1. So it is a point called 2 and 1. Then if you take another point over here, say example voltage is 5, and if you see this current, it is more than the previous point. So it is something around, I can say that it is 3. So as voltage increases, you can see that the current also increases. That means it is having a linear relationship. If you plot a line between these 2 points, you will get a linear line. So that is actually linear. So the resistor which obeys this is called linear resistors. And there are resistor which shows non-linear relationship. Sometimes it will be like this. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രൊപ്പോർഷണൽ ആയിട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പ്രൊപ്പോർഷണൽ ആയിട്ട് നിങ്ങൾ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, റെസ്പോൺസ് പോരാ.
വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രൊപ്പോർഷണലായിട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇല്ല. കാരണം എന്താ? ഇവിടെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പോലെ 2 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് എടുക്കുമ്പോൾ when voltage is 2, the current is something around 0.5 ampere, and if you increase the voltage to some 3 volt, again it is somewhat 0.7 ampere, and if you make this voltage to 10, it will be something around 0.9 ampere. So there is no, the voltage or current is not proportionally increasing as we increase the voltage. So such characteristics or any other characteristics which is not linear comes under non-linear resistor. The resistor where the current is not proportional to voltage is classified as non-linear resistance. ഓക്കെ, അത് മനസ്സിലായി തോന്നുന്നു. റെസിസ്റ്ററിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നത് ലീനിയർ റെസിസ്റ്റൻസ് ആൻഡ് നോൺ ലീനിയർ റെസിസ്റ്റർ. ദ റെസിസ്റ്റർ വിച്ച് obeys Ohm's law comes under linear resistor. The resistor which does not obey Ohm's law comes under non-linear resistance. Okay, again linear resistance is classified into two, fixed and variable. Okay, that means the resistor, there are resistor with a fixed value. We cannot change its value. Say example, if I say there is a resistor like this, its value is, എന്താണ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്? എന്താണ് ആരെങ്കിലും പറഞ്ഞു തന്നെ? എന്താണ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്? Ohm. 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 Okay, say there is a resistor with 10 ohm resistance. Okay, that means it is a fixed type resistor. We cannot vary the value of this resistor. If you want to make it to 100 ohm, what you have to do is you have to remove that resistor and connect a new resistor. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അതിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. സോ എക്സാമ്പിൾസ് ഫോർ ഫിക്സഡ് റെസിസ്റ്റേഴ്സ് ആർ കാർബൺ കോമ്പോസിഷൻ, തിൻ ഫിലിം, തിക്ക് ഫിലിം ആൻഡ് വയർ വൗണ്ട് റെസിസ്റ്റർ. ഓക്കെ, ദ എക്സാമ്പിൾ ഫോർ ഫിക്സഡ് ടൈപ്പ് ആർ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ, തിൻ ഫിലിം റെസിസ്റ്റർ, thick film resistor and wire wound resistor. Then there are resistor where the resistance value is variable. Say example, the value of variable resistor will be given like this, 0 to 5 kilo ohm. So what is that meaning is, what is the meaning of that is, the value of that resistor can be any value between 0 and 5 kilo ohm. ഓക്കെ, ഒരു പെട്ടെന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് 1 കിലോ ഓം ആണെങ്കിൽ അതിൻ്റെ നോബ് റൊട്ടേറ്റ് ചെയ്യുക, 1 കിലോ ഓമിൽ സെറ്റ് ചെയ്യുക. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷന് നമുക്ക് 3 കിലോ ഓം വേണം, നോബ് റൊട്ടേറ്റ് ചെയ്യുക, 3 കിലോ ഓമിൽ പൊസിഷൻ ചെയ്യുക. സോ ഫോർ സം ആപ്ലിക്കേഷൻസ് യു മേ റിക്വയർ 2.5 kilo ohm. So at that time you just rotate the knob and make that value, adjust that value. So that is variable type resistor. So example, again you can see that wire wound resistor, then potentiometer, then trimmer. Okay, ആരെങ്കിലും റേഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഒക്കെ വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ? അതെങ്ങനെ ഇൻക്രീസ് ആവുന്നത്? നമ്മൾ എന്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ശരിക്കും? ഓക്കെ, സേ എക്സാമ്പിൾ റേഡിയോൻ്റെ സൗണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു നോബ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്, ഒരു നോബ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് സൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയോ? അത് നിങ്ങളൊരു പൊട്ടൻഷ്യോമീറ്റർ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് റെസിസ്റ്റൻസ് ഈസ് വേരിയഡ്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് റെസിസ്റ്റൻസ് വാല്യൂ ദ ഔട്ട്പുട്ട് സൗണ്ട് വേരീസ്. അല്ലേ? നിങ്ങളേതായാലും ചെയ്തിട്ടില്ലേ അത്? Okay, so first we have classified resistor into linear and non-linear. The resistor which obeys Ohm's law comes under linear resistance, and the resistor which does not obey Ohm's law comes under non-linear resistor. So again, linear resistor is classified into two, fixed type and variable type. So what are the examples of fixed type? Carbon composition, thin film,
thick film and wire wound. So what are the examples of variable type? Wire wound, potentiometer and trimmer. ഈ ട്രിമ്മർ ഒക്കെ എവിടെയാണ് ഉണ്ടാവുക വെച്ചാൽ നമുക്ക് ടി വി ഒക്കെ അയച്ച് ഏതെങ്കിലും ഒരു സർക്യൂട്ട് അയച്ചു കഴിഞ്ഞാൽ ടി വി, ഫോർ എക്സാമ്പിൾ ടി വി, സോ അതിൻ്റെ അകത്ത് ബ്രൈറ്റ്നസ്സും മറ്റേതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു വൈറ്റ് ആൻഡ് ബ്ലൂ കളറുള്ളൊരു സ്ക്രൂ ഡ്രൈവർ ഇൻസേർട്ട് ചെയ്ത് തിരിക്കാൻ പറ്റുന്ന ഒരു സാധനം നിങ്ങൾ കാണും. ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഓപ്പൺ ആക്കി നോക്കിയവർക്ക് കാണും. ഓക്കെ, അതിനാണ് ട്രിമ്മർ എന്ന് പറയുന്നത്. Okay, so that's about fixed type and variable type. Then non-linear. So where voltage is not proportional to current. The example is thermistor. Thermistor എന്താ ചെയ്യാന്ന് അറിയോ? ആ വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കത്തുന്നുണ്ടോ? തെർമിസ്റ്റർ. കോമൺ സെൻസ് ആണ്. ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസ് വേരി ആകും. ഗുഡ്, അങ്ങനെയാണ് പറയേണ്ടത്. ഓക്കെ, ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസ് വേരി ആവുന്നതാണ് തെർമിസ്റ്റർ. ഓക്കെ, ഇപ്പം 100 ഡിഗ്രി ആണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് വാല്യൂ, 50 ഡിഗ്രി ആണെങ്കിൽ വേറെ റെസിസ്റ്റൻസ് വാല്യൂ, 20 ഡിഗ്രി ആണെങ്കിൽ വേറെ റെസിസ്റ്റൻസ് വാല്യൂ. സോ തെർമിസ്റ്റർ ആർ റെസിസ്റ്റർ whose resistance value depends on the temperature. Then LDR, ആർക്കെങ്കിലും ഓക്കെ അതവിടെ എഴുതിയിട്ടുണ്ട്, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റൻസ്. സോ ബേസ്ഡ് ഓൺ ദ ലൈറ്റ് ഇൻറ്റൻസിറ്റി റെസിസ്റ്റൻസ് വാല്യൂ വിൽ വേരി. ആ LDRന് ആർക്കെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പറയാൻ പറ്റുമോ? LDRന് ആർക്കെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എവിടെയെങ്കിലും ഇത് യൂസ് ചെയ്തതായിട്ട് എവിടെയാ? കറക്റ്റ് ആയിരിക്കും, ഇയാൾ പറഞ്ഞത് ഞാൻ കേട്ടില്ല, അതുകൊണ്ടാണ്. എമർജൻസി ലൈറ്റിലോ? ലേസർ സെക്യൂരിറ്റി ടെസ്റ്റാ? ഏറ്റവും നല്ല എക്സാമ്പിൾ ഇപ്പം പറഞ്ഞതാണ് സ്ട്രീറ്റ് ലൈറ്റ് അല്ലേ. സോ ഒരു 6 o'clock 7 o'clock ആകുമ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കത്തണം. രാവിലെ ഒരു 6-7 മണിയാകുമ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓഫ് ആക്കണം. അപ്പോൾ അവിടെ നമുക്ക് ലൈറ്റ് സെൻസ് ചെയ്യാൻ ആരെ യൂസ് ചെയ്യാം? LDR യൂസ് ചെയ്യാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ലേസർ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ലേസർ സെക്യൂരിറ്റിയിൽ LDR അല്ല യൂസ് ചെയ്യുന്നത്, അത് ലേസർ തന്നെ ഡിറ്റക്ട് ചെയ്യാനുള്ള സെൻസറാണ് യൂസ് ചെയ്യുന്നത്. സാറല്ല, അത് അതിന്റെ മേലെ ലൈറ്റ് വീഴുന്ന സമയത്ത് റെസിസ്റ്റ് ചെയ്യുന്നില്ലേ? അല്ല, ആ ലൈറ്റ് ഇൻറ്റൻസിറ്റി വേരിയേഷൻ ഉണ്ടാവും, മനസ്സിലായില്ലേ? ഇപ്പോൾ IR ഡിറ്റക്ട് ചെയ്യുന്ന, അത് ലൈറ്റിലുള്ള IR റേസ് മാത്രം ഡിറ്റക്ട് ചെയ്യുന്ന സെൻസർ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്തൊരു നീ ലേസർ നോക്കിയാൽ മനസ്സിലാവും, ഒരു റെഡ് ലൈറ്റ് വരുന്ന പോലെയാണ് അത് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ഫോട്ടോ റെസിസ്റ്റർ. നെക്സ്റ്റ് ഈസ് ഫോട്ടോ റെസിസ്റ്റർ. അഗൈൻ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം തെർമിസ്റ്റർ, where the resistance value again will vary based on the light intensity. സോ അത് സെമി കണ്ടക്ടറിനെ വെച്ച് വർക്ക് ചെയ്യുന്നതാണ് ഫോട്ടോ റെസിസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വെരിസ്റ്റർ. ഓക്കെ, ഇറ്റ് ഈസ് വേരിയബിൾ റെസിസ്റ്റൻസ് ബേസ്ഡ് ഓൺ ദ വോൾട്ടേജ് അക്രോസ് ദിസ് റെസിസ്റ്റർ, ഇറ്റ്സ് റെസിസ്റ്റൻസ് വാല്യൂ വിൽ വേരി. ഓക്കെ, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൽ വേരിയേഷൻ ഉണ്ടാവും. സോ സാധാരണ വേരിസ്റ്റർ എവിടെയാണെന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. LED ബൾബൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി അതിൻ്റെ ഉള്ളിൽ വേരിസ്റ്റർ കാണും. സഡൻലി വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യും. സോ ദ മാക്സിമം കറണ്ട് വിൽ എന്താ പറയുക, ആ റെസിസ്റ്ററിലൂടെ ന്യൂട്രലിലേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, ഓവർ വോൾട്ടേജ് നമ്മൾ LED സർക്യൂട്ടിലേക്ക് പോവില്ല. സോ ദിസ് വേരിസ്റ്റർ വിൽ ബ്ലോക്ക് എക്സ്ട്രാ കറണ്ട് it will block the extra current and it will allow this extra current to pass through the neutral terminal of the supply. അതാണ് വേരിസ്റ്റർ. So thermistor, it is temperature, the resistance value varies based on the value of temperature. Then LDR, it is light dependent resistance. Based on the light intensity, its resistance value will vary. Then photoresistor is another resistor where the resistance value will vary based on the intensity of light. And varistor, its resistance value will vary
based on the potential difference across it. Okay, ഇത്രയും ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി സർ. അപ്പോൾ ഇതൊരു ചോദിക്കാൻ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ക്ലാസിഫൈ റെസിസ്റ്റൻസ്. ഓക്കെ, ഫസ്റ്റ് റെസിസ്റ്റർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ, ആൻഡ് ദെൻ ഫിക്സഡ് ടൈപ്പ്. അഗൈൻ ലീനിയർ റെസിസ്റ്റർ is classified into fixed type and variable type. Then carbon composition, fixed type is again classified into carbon composition, thin film, thick film and wire wound. Variable type again wire wound, potentiometer and trimmer. Non-linear resistor means thermistor, LDR, photoresistor, varistor. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇത് ജസ്റ്റ് നിങ്ങൾ എന്താണെന്ന് അറിയാനുള്ളതാണ്. കാർബൺ കോമ്പോസിഷൻ മീൻസ് കാർബൺ, യു നോ ദാറ്റ് ഇറ്റ് ഈസ് എ റെസിസ്റ്റീവ് മെറ്റീരിയൽ, ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് സെറാമിക്സ്. ഓക്കെ, അത് ഒരു കംപ്രസ് ചെയ്തിട്ട് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കി എടുക്കും. അതിൻ്റെ മുകളിലാണ്, അതാണ് റെസിസ്റ്റീവ് മെറ്റീരിയൽ. അതിൻ്റെ മുകളിൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് ഷീൽഡും ലീഡ്സും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആയി. ഓക്കെ, ഫസ്റ്റ് കാർബണിൻ്റെ കുറേ പൊടിയെടുക്കും. The powder of carbon and graphite is mixed together and compressed into a cylindrical shape. Again, on that cylindrical shape, we will use some protective shield and then we will connect leads. Okay, അങ്ങനെയാണ് കാർബൺ കോമ്പോസിഷൻ എടുക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ഇൻഫർമേഷനായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. And then carbon film, metal film. Okay, that is, as I said yesterday, first we will take a cylindrical shape. On that, we will coat resistive material, then we will connect the leads, and finally we will give some protective shield on the resistive material. So that is how thick film and thin film resistor will manufacture. Carbon film or thin film, then metal film resistor will manufacture. Then wire wound means first we will take a core. Again, on that core we will wind the resistive wire. ഓക്കെ, റെസിസ്റ്റീവ് വയർ ലെങ്ത് ഉള്ള ഒരു റെസിസ്റ്റീവ് വയർ എടുക്കും, എന്നിട്ടൊരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റ് എടുക്കും. മെറ്റൽ എടുക്കാം, അതുപോലെ തന്നെ സെറാമിക് എടുക്കാം, പ്ലാസ്റ്റിക് എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. സോ ഓൺ ദാറ്റ് മെറ്റീരിയൽ വി വിൽ വൈൻഡ് ദിസ് റെസിസ്റ്റീവ് വയർ. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ആസ് വയർ വൗണ്ട് റെസിസ്റ്റർ. അതുകൊണ്ടാണ് ആ റെസിസ്റ്റീവ് വയർ വൈൻഡ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് വയർ വൗണ്ട് റെസിസ്റ്റർ എന്ന് പറയുന്ന പേര് വന്നത്. സോ ഇത് യൂസ് ചെയ്യുന്നത്, സോ നോർമലി ദിസ് റെസിസ്റ്റർ ഈസ് യൂസ്ഡ് ഫോർ ഹൈ പവർ ആപ്ലിക്കേഷൻ. അതർ ടു റെസിസ്റ്റർ വിച്ച് വി ആർ ഡിസ്കസ്ഡ് ഏർലിയർ, കാർബൺ കോമ്പോസിഷൻ ആൻഡ് തിൻ ഫിലിം ആൻഡ് തിക് ഫിലിം, ഈസ് നോർമലി യൂസ്ഡ് ഇൻ ലോ പവർ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പം വയർ വൗണ്ട് റെസിസ്റ്റർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഹൈ പവർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. വേരിയബിൾ റെസിസ്റ്ററിൽ പൊട്ടൻഷ്യോമീറ്റർ, പ്രീസെറ്റ്, ട്രിമ്മർ, ഓക്കെ, ആൻഡ് റിയോസ്റ്റാറ്റ്. റിയോസ്റ്റാറ്റ് നമ്മൾ നേരത്തെ കണ്ട വയർ വൗണ്ട് റെസിസ്റ്റർ ആണ് ഇവിടെ റിയോസ്റ്റാറ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റിയോസ്റ്റാറ്റ് ഓർ വയർ വൗണ്ട് റെസിസ്റ്റർ. Okay, for example, you can see that this is a diagram of one potentiometer. Potentiometer means there are three terminals actually. For all other resistors, for fixed resistor, you can see that there is only two terminal. One is this one, second is this one. But for variable resistance, you can see that there are three terminals. So as per the diagram, if I draw, it is 1, 2, 3. Okay. So if you measure resistance between 1 and 3, it is fixed. For example, say it is 0 to 5 kilo. It gives you the value of resistance from 0 to 5 kilo. So if you measure resistance between 1 and 3, it will give you exactly 5 kilo. And then if you notice, you can see that the second terminal is connected to a slider mechanism and which is connected to a wiper. So if I rotate this slider mechanism, the wiper will be moving on the resistive material. അത്രയും മനസ്സിലായോ? മൂന്ന് ടെർമിനൽ ഉണ്ട്. There are three terminal. If you measure resistance between
1 and 3. So from 1, there is a resistive material that is connected to 3, and it will give you a constant resistance value that is the maximum value of that potentiometer or variable resistance. For example, if the resistance value is, if the variable resistance value is 0 to 5 kilo ohm, if you measure between 1 and 3, you will be getting 5 kilo ohm. And then you can see there is another terminal. If you take 1 and 3, it will be working as a fixed resistor. Okay, so there is another terminal called 2, terminal 2, that is connected to a slider mechanism and wiper. This wiper is moving on the resistive material. So if you rotate the knob, what will happen? The slider will rotate, the wiper will move. Okay, you can see that it will move in this direction. So what will happen? So say example, if position of wiper is like this. So if you measure resistance between 1 and 2, what will be the value? ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? If you measure resistance between 1 and 2, what will be the value? The resistance value will be be 0. Am I audible? Yes, sir. Okay. So the resistance value will be 0. എന്തുകൊണ്ടാ? നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 1 എന്ന് റെസിസ്റ്റീവ് മെറ്റീരിയലുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെയാണ് 2 കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ, കണ്ടക്ടർ വെച്ച് മാത്രമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ദ റെസിസ്റ്റൻസ് വാല്യൂ വിൽ ബി 0. Then again I am rotating this slider so that wiper comes at this position. Now, or okay, leave that one. Again I am rotating the slider and the wiper comes at this position. Now you tell me what will happen. What will be the resistance value between 1 and 2? ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? Half of the resistance. For example, if as I said earlier, if this is a resistance ranging from 0 to 5 kilo ohm, the resistance value at this position will be 2.5 kilo ohm. Again, one more question. If I measure resistance value between 2 and 3, what will be the resistance value? It is also half. Okay. Again, suppose if the slider is at this position. Okay. Can you tell me what is the value of resistance approximately between 1 and 2? It is something like 5k divided by 4. അല്ലേ, അപ്രോക്സിമേറ്റ്ലി എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. 5k divided by 4. ബിക്കോസ് ഈ ഒരു ലെങ്ത്തും ഈ ഒരു ലെങ്ത്തും ഈ ഒരു ലെങ്ത്തും ഈ ഒരു ലെങ്ത്തും ഈക്വൽ ആയതുകൊണ്ട് 5k divided by 4. കറക്റ്റ് അല്ലേ? ഓക്കെ, അത് വേണ്ട. ഓക്കെ, നേരത്തെ ചെക്ക് ചെയ്തു. നേരത്തെ ഇൻ ബിറ്റ്വീൻ പൊസിഷനിൽ 2.5 kilo ohm ആണ്. Now, if the wiper is at this position, whether its value will be reduced or increased? If I measure resistance between 1 and 2. 1 and 2 ഇടയിലുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവോ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവോ? Reduce. ഓക്കെ, സോ അത് കറക്റ്റ് ആണ്. ഇതേ പൊസിഷനിൽ ഇഫ് ഐ മെഷർ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ 2 and 3, whether its resistance value will be increased or decreased? ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. കറക്റ്റാണ് ആൻസർ. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ഒരു പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ആ വൈപ്പർ മൂവ് ചെയ്തിട്ട് റെസിസ്റ്റൻസ് വേരി ചെയ്തിട്ടാണ് ഉണ്ടാവുക. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ട്രിമ്മർ. ഇറ്റ്സ് ഓൾസോ വർക്കിംഗ് based on the same principle what I have explained now.
This is rheostat. This you will be using in your lab. Okay, you can see that there are wires wounded on a cylindrical object, and there is also a slider. So this is slider. This slider can move in this direction and in this direction. Okay, so I will be connecting resistance from these 2 points. So if I do so, if the slider is at this position, the resistance value will be minimum. As it goes towards my right hand side, the resistance value will increase. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റിന്റെ മുകളിൽ വയർ, റെസിസ്റ്റീവ് വയർ ടേൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ലൈഡർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂ വേരി ചെയ്യും. Okay, then varistor, thermistor and LDR. So this is varistor. You can see this in many circuit, especially in LED bulbs and all. This is LDR. So as light comes on this, the resistance will vary. This is thermistor. You can see that it is written NTC, negative temperature coefficient. That means as the temperature increases, its resistance value will reduce. Sometimes it will be written PTC, that is positive temperature coefficient. That means as the resistance value increases, as the temperature increases, resistance value also increases. So these are the components. This is actually varistor, this is LDR, this is thermistor. Okay, classification of resistance മനസ്സിലായോ എല്ലാവർക്കും? Yes, sir. ഓക്കെ, എങ്ങനെയായിരുന്നു ക്ലാസിഫൈ ചെയ്തത്? ആരാ പറഞ്ഞു തരുക? ഞാൻ ആൾക്കാരൊന്നും പേര് വിളിക്കുന്നില്ല, കാരണം ഒരുപാട് മാറി. നിങ്ങൾ ഇന്നലെ ആരും സംസാരിക്കുന്നേ ഉണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ നിങ്ങൾ അത്യാവശ്യം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറ, ആരാ പറഞ്ഞു തരുക? എന്തൊക്കെയാണ്, എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റൻസ് വരുന്നത്? Linear and non-linear. Okay, first it is classified into linear and non-linear. So the resistor which are following Ohm's law comes under linear, which does not follow Ohm's law comes under non-linear resistor. Okay, again linear resistor എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? Fixed type, variable type. Fixed and variable. So the resistor whose value is fixed, for example 10 ohm means it will give you only 10 ohm resistance. So that is called fixed. Examples are carbon film resistor or thin film resistor, thick film resistor, carbon composition resistor, wire wound resistor. Again, under variable you have potentiometer, trimmer, then wire wound or rheostat. I think rheostat is the better word than wire wound. Okay, better we use rheostat. Rheostat, potentiometer, trimmer. Okay, again we under non-linear resistor. What are the example we have? Thermistor, Thermistor, varistor, varistor, LDR, okay, photoresistor. Photoresistance. Okay, so അതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റൻസിൽ വരുന്നത്. Okay, we will complete one more topic. This is very simple actually. Specification of resistance. Okay, so what is the importance of specification is, so when you are buying or when you are designing, we have to tell exactly what component you require. അല്ലേ, നമ്മളൊരു കോമ്പോണന്റ് ഇപ്പൊ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുന്നു, അല്ലെ, നമ്മളൊരു ബിസ്ക്കറ്റ് വാങ്ങാൻ പോവാണെന്ന് പറയും. നമ്മൾ കടയിൽ അയാളോട് പറയും ബിസ്ക്കറ്റ് വേണമെന്ന് ചോദിക്കും, അല്ലെ. അപ്പൊ അയാൾ പറയും ക്രീം ബിസ്ക്കറ്റ് ഉണ്ട്, അല്ലെ, അല്ലെങ്കിൽ സാധാരണ ഓർഡിനറി ബിസ്ക്കറ്റ് ഉണ്ട്, ഈ പാക്കറ്റിൽ കിട്ടുന്നത്, അതുപോലെ ലൂസായിട്ട് വിൽക്കുന്ന ബിസ്ക്കറ്റ് ഉണ്ട്. കുറെ ചോദ്യങ്ങൾ അയാൾ ഇങ്ങോട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ പറയും ക്രീം ബിസ്ക്കറ്റ് ഉണ്ടെന്ന് പറയും, വേണമെന്ന് പറയും. അപ്പൊ അതിൽ തന്നെ കുറെ ടൈപ്പ് ക്രീം ഉണ്ടാവും, അല്ലെ. ക്രീമിന്റെ ഫ്ലേവർ മാറി മാറി വരും. എന്താ പറയാ, സാധാരണ വൈറ്റ് ക്രീം ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ ഒരു സ്ട്രോബെറി ടേസ്റ്റ് ഉള്ള ക്രീം ഉണ്ടാവും, ചോക്ലേറ്റിന്റെ ക്രീം ഉണ്ടാവും, അതിനനുസരിച്ച് മാറും. അപ്പൊ അതിൽ നമ്മൾ ഇന്ന് പറയും ചോക്ലേറ്റ് ക്രീം ഉള്ളതാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആള് കുറെ കമ്പനികളുടെ പേര് പറയും, അല്ലെ. ഡാർക്ക് ഫാന്റസി വേണോ, അല്ലെങ്കിൽ ഹൈഡ് ആൻഡ് സീക്ക് വേണോ, ബർബൺ വേണോ, അങ്ങനെ കുറെ പേര് പറയും. അപ്പം ഇത് അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ഡിസൈനർ ആണെങ്കിൽ നമ്മൾ കടയിൽ പോയിട്ട് എങ്ങനെ പറയണം, ആ
എക്സാക്ട്ലി നമുക്കിപ്പം ബർബൺ ആണ് വേണമെങ്കിൽ ആ രീതിയിൽ നമ്മൾ എക്സാക്ട് ഇത് പറയണം. ബിസ്ക്കറ്റ് വേണം, ഏതാ വേണ്ടത്, ഇതിൽ ക്രീം അത് വേണം, ഇന്ന് വേണം. അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. സോ സ്പെസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റർ മീൻസ് ദാറ്റ് ആക്ച്വലി we are giving the complete details. Okay, so first one is type of resistor, which resistor we are using. Okay, ഞാൻ ഡയറക്റ്റ് ഒരു റെസിസ്റ്റർ വാങ്ങാൻ കടയിൽ പോവാണ്. റെസിസ്റ്റർ വാങ്ങാൻ കടയിൽ പോവാണ്. So first he will ask which type you want. You want wire wound, or we want whether you want carbon film resistor, composition resistor. So first I have to specify that. Then he will ask for which value you want. Okay, 10 ohm resistor, 100 ohm resistance, 1 kilo ohm resistance. So depends on the application, you can say which value, resistance value you want. Then he will ask for tolerance. Tolerance means, suppose if a resistor has 10 ohm resistance value, sometimes its value will vary. Okay, it may not be exactly 10 ohm. Sometimes it will be 9.7 ohm. Sometimes it will be 10.3 ohm. So there will be a slight variation in the actual value. That is known as tolerance. So normally, if you say some resistance value, say 1 kilo ohm, normally this resistance value we will express like this: 1 kilo ohm, sometimes plus or minus 5%, sometimes plus or minus 10%, sometimes plus or minus 20%. ഇതിനേക്കാൾ സിമ്പിളായിട്ടൊരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ 100 ഓം പ്ലസ് ഓർ മൈനസ് 5% എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങാൻ പോകുന്ന ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഏതൊക്കെ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്? ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇങ്ങനെയാണ്: 100 ഓം പ്ലസ് ഓർ മൈനസ് 5%. സോ ഈ 100 ഓം റെസിസ്റ്റൻസ്, ഇഫ് യു പർച്ചേസ് ദിസ് 100 ഓം റെസിസ്റ്റൻസ്, what is the possible value that we will get? So what is the 5% of 100? It is actually 5. So plus or minus 5. So this resistance value we can be between 95 ohm to 105 ohm. അപ്പോൾ 100 ഓം റെസിസ്റ്റൻസ് വാങ്ങാൻ പോയാൽ പ്ലസ് ഓർ മൈനസ് 5% ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ this resistance value will be between 95 to 105. Okay, again, suppose if this is plus or minus 10, this resistance value will vary between 90 ohm to 110 ohm. So that is what about tolerance. And power rating means the maximum power it can withstand. Voltage rating means is the maximum voltage that we can apply across this resistance. Okay, we'll end the class here.